വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ. നമ്മളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ അതോറിറ്റി KWA വാട്ടർ അതോറിറ്റി എയുടെ മെക്കാനിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ഇസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ ഫേസ് സെന്റേഡ് സ്ട്രക്ചർ? അപ്പോൾ കോർഡിനേഷൻ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് നൈബറിംഗ് ആറ്റം. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നിയറസ്റ്റ് എത്ര ആറ്റം ഉണ്ടെന്ന് പറയുന്നതിനാണ് എന്താ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫേസ് സെന്റേഡ് ക്യൂബിക് ആണ്. നമ്മളെ ഫേസ് സെന്റേഡ് ക്യൂബിക്കിന് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് നിയറസ്റ്റ് നൈബറിംഗ് ആറ്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 12 ആറ്റംസ് ആണുള്ളത്. ശ്രദ്ധിക്കുക, ഫേസ് സെന്റേഡ് ക്യൂബിക്കിന് കോർഡിനേഷൻ നമ്പർ നിയറസ്റ്റ് നൈബറിംഗ് ആറ്റം എന്ന് പറയുന്ന 12 ആറ്റംസ് ആണുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വേറെ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചറിന് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് അതും സെയിം തന്നെയാണ് 12. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ് ബോഡി സെന്റേഡ് ക്യൂബിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫേസ് സെന്റേഡ് ക്യൂബിക് എന്ന് പറയുമ്പോൾ നമ്മൾ ആറ്റംസ് എന്ന് പറയുന്ന ഫേസിന്റെ സെന്ററിലും ഉണ്ട്, അതുപോലെ കോർണേഴ്സിൽ ആറ്റംസ് ഉണ്ടെങ്കിലാണ് അതിനെന്താ ഫേസ് സെന്റേഡ് ക്യൂബിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോഡി സെന്റേഡ് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ട്. ബോഡി സെന്റേഡ് ക്യൂബിക് എന്ന് പറയുമ്പോൾ ആ യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ മാറ്റമുണ്ട്, ബോഡിയുടെ സെന്ററിൽ മാറ്റമുണ്ടെങ്കിലാണ് ബോഡി സെന്റേഡ് ക്യൂബിക് എന്ന് പറയുന്നത്. അതിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്ന 8 ആണ്. അപ്പോൾ ഒരു ബോഡി സെന്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊരു ആറ്റം എടുത്താലും നിയറസ്റ്റ് എത്ര ആറ്റം കാണും? 8 ആറ്റംസ് കാണും. അതുപോലെ സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ എടുത്താലും അതിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ആ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന് ഏതൊരു ആറ്റം എടുത്താലും നിയറസ്റ്റ് 6 ആറ്റംസ് കാണും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്യൂബിക് കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചായിരുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ? അതിന്റെ ആൻസർ പൊളോണിയം, PO. അതും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്മൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 12 എന്ന് വരും അല്ലേ? നമ്മൾ എഴുതിയാണ് 12 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റ് ആണ് അല്ലേ? കറക്റ്റാണ് 12 അല്ലേ? ഓപ്ഷൻ സി 12 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഇൻ ആൻ അയൺ കാർബൺ ഫേസ് ഡയഗ്രാം വിച്ച് ഫേസ് എക്സിസ്റ്റ് അറ്റ് എ കോമ്പോസിഷൻ ഓഫ് 0.8% കാർബൺ അറ്റ് യൂടെക്ടോയിഡ് ടെമ്പറേച്ചർ. അപ്പൊ യൂടെക്ടോയിഡ് ടെമ്പറേച്ചർ ഏതാണ്? 0.8% കാർബൺ ആൻഡ് യൂടെക്ടോയിഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന 727 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ശ്രദ്ധിക്കാം, നമ്മുടെ ഇൻവേരിയൻ റിയാക്ഷൻ ആണ് യൂടെക്ടോയിഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ആ യൂടെക്ടോയിഡ് റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സോളിഡ് S1 എന്ന് പറയുന്ന സോളിഡ് കൂൾ ചെയ്യുമ്പോൾ 2 സോളിഡായിട്ട് മാറുന്നു. S2 എന്ന സോളിഡും പ്ലസ് എന്താ S3 എന്ന സോളിഡായിട്ട് മാറുന്നു. എന്ന് വെച്ചാൽ S1 എന്ന് പറഞ്ഞ സോളിഡ് ഗാമ അയൺ ഓസ്നേറ്റ് ആണ്. ഓസ്നേറ്റ് കൂൾ ചെയ്യുന്ന സമയത്ത് 2 സോളിഡായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് ഫെറൈറ്റ് പ്ലസ് സിമെന്റേറ്റ്. ഫെറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ അയൺ പ്ലസ് സിമെന്റേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് Fe3C. ഓക്കെ, അപ്പൊ ഈ ഫെറൈറ്റ് പ്ലസ് സിമെന്റേറ്റിനെയാണ് നമ്മൾ പേളൈറ്റ് എന്ന് വിളിക്കുന്നത്. പേളൈറ്റ് എന്ന്. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ A ആയിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ, പേളൈറ്റ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ B നോക്കി കഴിഞ്ഞാൽ ഓസ്നേറ്റ് ഉണ്ട്, ഓപ്ഷൻ C നോക്കി കഴിഞ്ഞാൽ ഫെറൈറ്റ് ഉണ്ട്, ഓപ്ഷൻ D നോക്കി കഴിഞ്ഞാൽ സിമെന്റേറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? യൂടെക്ടോയിഡ് ടെമ്പറേച്ചറിലും 0.8% കാർബണിലും അവിടെ ഒരു ഇൻവേരിയൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഇൻവേരിയൻ റിയാക്ഷൻ ആണ് യൂടെക്ടോയിഡ് റിയാക്ഷൻ. ഒരു സോൾഡ് കൂൾ ചെയ്യുന്ന സമയത്ത് 2 സോൾഡായിട്ട് മാറും. ദാറ്റ് ഈസ് ഓസ്റ്റിനേറ്റ് കൂൾ ചെയ്യുന്ന സമയത്ത് ഫെറൈറ്റ് സിമെന്റേറ്റ് ആയിട്ട് മാറും. ആ ഫെറൈറ്റും സിമെന്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേളൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം, ഇതിന്റെ ആൻസർ എന്താണ്? പേളൈറ്റ് തന്നെയാണ് അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ദ നോസ് ഓഫ് ദി TTT കർവ് കറസ്പോണ്ട് ടു വിച്ച് ഫിനോമിന? നോസ് ഓഫ് TTT കർവ്. അപ്പൊ TTT കർവ് എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിക്കുക, ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം അല്ലെങ്കിൽ കർവിനാണ് TTT കർവ് എന്ന് പറയുന്നത്. ഈ TTT കർവിന്റെ മറ്റു പേരാണ് എസ് കർവ് എന്നും പറയും, അതുപോലെ ബെയിൻസ് കർവ് എന്ന് പറയും. ഈ TTT കർവിന്റെ മറ്റു പേരാണ് എസ് കർവ് എന്ന് പറയും, അതുപോലെ ബെയിൻസ് കർവ് എന്ന് പറയും. ഓക്കെ, അപ്പൊ TTT ഡയഗ്രാമിന്റെ X ആക്സിസ് എന്ന് പറയുന്നത്
ടൈം ലോഗറിതമിക് സ്കെയിലാണ്. വൈ ആക്സിസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ് അല്ലേ. വൈ ആക്സിസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഇങ്ങനെ ഒരു ഗ്രാഫാണ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടൈം ലോഗറിതമിക് സ്കെയിലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ ഇതിന്റെ മുകളിലോട്ട് ഓസ്റ്റേറ്റിക് സ്റ്റീലാണ് അല്ലേ. സ്റ്റീൽ എല്ലാം എന്താണ് ഓസ്റ്റേറ്റിക് കണ്ടീഷനിലാണ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എന്താ യൂടെക്ടോയിഡ് സ്റ്റീൽ എന്ന് പറയും. ഈ യൂടെക്ടോയിഡ് സ്റ്റീൽ പല റേറ്റിൽ കൂടി ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ കാണാം. ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാം. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോൾ ഈ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഓസ്നേറ്റ് പേർലൈറ്റ് ആവാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഇവിടെ 50% എന്താവും, 50% ഓസ്നേറ്റ് പേർലൈറ്റ് ആവും, 50% ഓസ്നേറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇവിടെ വരുന്ന സമയത്ത് 100% എന്താവും, 100% ദാറ്റ് ഈസ് പേർലൈറ്റ് ആവും, 100% പേർലൈറ്റ്. ഓക്കെ. അപ്പോൾ ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ന് പറയുന്ന നോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നോസിൽ കൂടെ ഒരു കൂളിംഗ് കർവ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ എന്താ ദാറ്റ് ഈസ് മാർട്ടൻസൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് എന്താ മാർട്ടൻസൈറ്റ് ഫിനിഷ് ആവുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ കൂള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, മാർട്ടൻസൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ മാക്സിമം റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, അപ്പോൾ അറ്റ് ദ നോസ് ഓഫ് ദ TTT കർവില് മാക്സിമം റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഉണ്ടാകുന്നത്. വെച്ചാൽ ഓസ്നേറ്റ് കംപ്ലീറ്റ് എന്താവുന്നു, മാർട്ടൻസൈറ്റ് ആവുന്നു. ഓക്കെ. അപ്പോൾ ആ കർവിന് നമ്മൾ എന്താ പറയും, ഈ നോസിന്റെ അടുത്തൂടെ പാസ് ചെയ്യുന്ന കർവിന് ക്രിട്ടിക്കൽ കൂളിംഗ് കർവ് എന്ന് പറയും, ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് എന്ന് പറയും. അത് ഓർത്തു വയ്ക്കുക. സ്ലോവസ്റ്റ് കൂൾ കംപ്ലീറ്റ് ഓസ്നേറ്റ് എന്താ മാർട്ടൻസൈറ്റ് ആവാൻ ഉള്ളത്. ഇനി ഈ പറയുന്ന TTT ഡയഗ്രാമിനെ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ 3 മൈക്രോ കോൺസ്റ്റന്റ് ആണ് ഉണ്ടാവുന്നത്. ഇതിന്റെ അപ്പർ പോർഷനിൽ ദാറ്റ് ഈസ് പേർലൈറ്റ് ഉണ്ടാവുന്നു. ഏകദേശം ഒരു 550 ഡിഗ്രി സെൽഷ്യസ് ടു ഒരു 350 ഡിഗ്രി സെൽഷ്യസിന്റെ ഇടയ്ക്ക് ബെയിനൈറ്റ് ഉണ്ടാവുന്നു. 350 അല്ല, ദാറ്റ് ഈസ് 250. ദാറ്റ് ഈസ് ഒരു 250 ഡിഗ്രി സെൽഷ്യസിന്റെ ഇടയ്ക്ക് ബെയിനൈറ്റ് ഉണ്ടാവുന്നു. അതിന്റെ താഴോട്ടാണ് എന്താ മാർട്ടൻസൈറ്റ് ഉണ്ടാവുന്നത്. ഏറ്റവും മുകളിൽ എന്താ ഉണ്ടാവുന്നു, പേർലൈറ്റ് ഉണ്ടാവുന്നു. ഏറ്റവും താഴെ മാർട്ടൻസൈറ്റ് ഉണ്ടാവും. അതാണ് മാർട്ടൻസൈറ്റ് സ്റ്റാർട്ടും ഫിനിഷും വരും. അപ്പോൾ അതാണ് മനസ്സിലാക്കണം. അപ്പോൾ നോസ് ഓഫ് ദ TTT ഡയഗ്രാം മാക്സിമം റേറ്റ് ഓഫ് എന്താ ട്രാൻസ്ഫോർമേഷൻ എന്താണ് നടക്കുന്നത്, ഇറ്റ് ഈസ് മാക്സിമം റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് മാക്സിമം റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, if the Poisson's ratio of the material is 0.3, which of the following is correct? അപ്പോൾ Poisson's ratio എന്ന് പറയുന്നത് Poisson's ratio 0.3 mu എന്ന് പറയുന്നത് equal to 0.3. ഇതിനെ പെർസെൻറ്റേജിൽ ആക്കണമെങ്കിൽ, ഇത് പെർസെൻറ്റേജ് അല്ല, പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ നമ്മൾ ഇൻറ്റു 100 ചെയ്യുന്നു. അത് നമുക്ക് അതിനെന്താ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 30% എന്ന് പറയും. ഇനി Poisson's ratio mu എന്ന് പറയുന്നത് that is lateral strain by longitudinal strain. That is lateral strain divided by longitudinal strain. അപ്പോൾ ഇവിടെ longitudinal strain ആണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിയൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ആക്സിയൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിയൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മ്യൂ ടൈംസ് എന്താ ആക്സിയൽ സ്ട്രെയിൻ. മ്യൂവിന്റെ വാല്യൂ എത്രയാണ്, മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 30%. അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം, ദാറ്റ് ഈസ് ലാറ്ററൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു 30% ആക്സിയൽ സ്ട്രെയിൻ. അപ്പോൾ ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ എ പറയുന്നത് മെറ്റീരിയൽ ഈസ് ബ്രിട്ടിൽ, അത് തെറ്റാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്ന ലാറ്ററൽ സ്ട്രെയിൻ ഈസ് എന്താ 30% ആക്സിയൽ സ്ട്രെയിൻ. ഓപ്ഷൻ ബി എന്ന് പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ ആണോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി, ലാറ്ററൽ സ്ട്രെയിൻ ഈസ് 30% ആക്സിയൽ സ്ട്രെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻവല്യൂട്ട് പ്രൊഫൈൽ ഈസ് പ്രിഫേർഡ് ടു സൈക്ലോയിഡൽ ഷേപ്പ് ഫോർ ദ പ്രൊഫൈൽ ഓഫ് കൊമേഴ്ഷ്യൽ ഗിയേഴ്സ്. അപ്പം നമ്മൾ കൊമേഴ്ഷ്യൽ ഗിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊമേഴ്ഷ്യൽ ഗിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന ഗിയേഴ്സ് 95% ഇൻവല്യൂട്ട് പ്രൊഫൈലാണ്. ആ ഇൻവല്യൂട്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വരയ്ക്കുന്നതാണ് ഇൻവല്യൂട്ട് പ്രൊഫൈൽ. ഇതാണ് ഇൻവല്യൂട്ട് പ്രൊഫൈൽ. ഓക്കെ, ഗിയേഴ്സ് വരയ്ക്കുമ്പോൾ ഇതാണ് ഇൻവല്യൂട്ട് പ്രൊഫൈൽ. ഇനി സൈക്ലോയിഡൽ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രൊഫൈലാണ്
സൈക്ലോഡൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പ് ആണ് എന്താ സൈക്ലോഡൽ പ്രൊഫൈൽ. അപ്പോൾ ഈ ഇൻവല്യൂട്ട് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ അതിന് ഒറ്റ കർവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവല്യൂട്ട് കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു റൗണ്ട് സിലിണ്ടറിൽ ഒരു വയർ വൗണ്ട് ചെയ്തിട്ട് അതിനെ അൺവൗണ്ട് ചെയ്യുമ്പോൾ ട്രേസ് ചെയ്യുന്ന കർവിനെയാണ് ഇൻവല്യൂട്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. ആ പ്രൊഫൈൽ ഒറ്റ കർവ് യൂസ് ചെയ്താണ് ഈ പ്രൊഫൈല് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത്. അപ്പം മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം ലോ ഓഫ് ഗിയറിംഗ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് പ്രൊഫൈലേ ഉള്ളൂ. ലോ ഓഫ് ഗിയറിംഗ് നമ്മൾ എക്സാക്ട് വെലോസിറ്റി റേഷ്യോയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഗിയർ ലോ ഓഫ് ഗിയറിംഗ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ ലോ ഓഫ് ഗിയറിംഗ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് പ്രൊഫൈലാണ് ഉള്ളത്. ദാറ്റ് ഈസ് ഇൻവല്യൂട്ട് പ്രൊഫൈലും സൈക്ലോഡൽ പ്രൊഫൈലും. ഓക്കെ, ഇൻവല്യൂട്ട് പ്രൊഫൈലും സൈക്ലോഡൽ പ്രൊഫൈൽ. അപ്പോൾ ഈ ഇൻവല്യൂട്ട് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ കർവ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സൈക്ലോഡൽ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കർവ് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എപ്പി സൈക്ലോഡലും അതേപോലെ ഹൈപ്പോ സൈക്ലോഡൽ രണ്ട് കർവ് യൂസ് ചെയ്താണ് സൈക്ലോഡൽ ഗിയേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു 5% ഗിയേഴ്സ് ഒക്കെ ഈ പറയുന്ന പോലെ സൈക്ലോഡൽ ഗിയേഴ്സ് ആയിട്ട് ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നോക്കി കഴിഞ്ഞാൽ ദേ ആർ സൈലന്റ് ഇൻ ഓപ്പറേഷൻ. അതല്ല ആൻസർ, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓൺലി വൺ കർവ് ഈസ് റിക്വയർഡ് ടു കട്ട് എന്ന ഇൻവല്യൂട്ട് പ്രൊഫൈൽ. ഇൻവല്യൂട്ട് പ്രൊഫൈൽ കട്ട് ചെയ്യാൻ ഒറ്റ കർവ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഗിയർ ഹോബിങ് എന്നൊക്കെ പ്രോസസ് യൂസ് ചെയ്ത് ഇൻവല്യൂട്ട് പ്രൊഫൈൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓൺലി വൺ കർവ് ഈസ് റിക്വയർഡ് ടു കട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. That is the type of gears used to transmit power between two non-parallel, non-intersecting axes. Two non-parallel. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ പാരലൽ ഷാഫ്റ്റ് തമ്മിൽ പാരലൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പാരലൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് ആണ് സ്പർ ഗിയർ, അതുപോലെ ഹെലിക്കൽ ഗിയർ. ഷാഫ്റ്റ് തമ്മിൽ പാരലൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് ആണ് പാരലൽ, അതുപോലെ നോൺ ഇന്റർസെക്റ്റിംഗ് ആക്സിസ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന നോൺ പാരലൽ ആണെങ്കിൽ അവിടെ സ്പർ ഗിയേഴ്സും അതുപോലെ തന്നെ ഹെലിക്കൽ ഗിയേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഹെറിംഗ്ബോൺ ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഹെലിക്കൽ ഗിയറിനെയാണെന്ന് പറയുന്നത് ഹെറിംഗ്ബോൺ ഗിയേഴ്സ് എന്ന്. ഹെലിക്കൽ ഗിയർ എന്ന് പറയുമ്പോൾ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഹെലിക്സും ഉണ്ട്, റൈറ്റ് ഹാൻഡ് ഹെലിക്സും ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ അവിടെ ഡബിൾ ഹെലിക്കൽ ഗിയർ എന്ന് പറയാം. അതിനെയാണ് ഹെറിംഗ്ബോൺ ഗിയേഴ്സ് എന്ന് പറയാം. അതുപോലെ ബിവൽ ഗിയേഴ്സ് യൂസ് ചെയ്യുന്ന ഷാഫ്റ്റ് തമ്മിൽ ഇന്റർസെക്റ്റിംഗ്, ഏതെങ്കിലും ഒരു ആംഗിളിൽ ഷാഫ്റ്റ് തമ്മിൽ ഇന്റർസെക്റ്റിംഗ് ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇന്റർസെക്റ്റിംഗ് ആയിട്ട് വരികയാണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ബിവൽ ഗിയർ, സ്ട്രേറ്റ് ബിവൽ ഗിയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന നോൺ പാരലും നോൺ ഇന്റർസെക്റ്റിംഗ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്താ ഹൈപ്പോയിഡ് ഗിയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓർത്തുക, ഹൈപ്പോയിഡ് ഗിയേഴ്സ് ആണ് നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ആക്സിസ് വരുന്ന സമയത്ത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്രൗൺ ഗിയറും അതുപോലെ ചെറിയൊരു പിനിയൻ ഗിയറും അതിന്റെ അറേഞ്ച്മെന്റ് വരുന്ന സമയത്ത് ഒരു ക്രൗൺ ഗിയറും അതുപോലെ ഒരു പിനിയൻ ഗിയറും അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ് വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ഹൈപ്പോയിഡ് ഗിയേഴ്സ്. ഇനി അടുത്ത അപ്പോൾ ആൻസർ നോക്കാം. ദറ്റ് ഈസ് ഹൈപ്പോയിഡ് ഗിയർ ആണ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദറ്റ് ഈസ് the rate of decay in an oscillating system is called rate of decay in an oscillating system. Rate of decay അത് നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്നല്ല പറയുന്നത്, ഓവർ ഡാമ്പിംഗ് എന്നല്ല പറയുന്നത്, അണ്ടർ ഡാമ്പിംഗ് എന്നല്ല. ഓവർ ഡാമ്പിംഗ്, ക്രിട്ടിക്കൽ ഡാമ്പിംഗ്, അണ്ടർ ഡാമ്പിംഗ് എല്ലാം സീറ്റ ഡാമ്പിംഗ് റേഷ്യോയുടെ ടേംസിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഡീക്കേ ഇൻ ഓസിലേഷൻ. അതിന് എന്താ ലോഗരിതമിക് ഡിക്രിമെന്റ് എന്ന് പറയുന്നത്. അതിനെന്താ പറയുന്നത്, ദാറ്റ് ഈസ് ലോഗരിതമിക് ഡിക്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോഗരിതമിക് ഡിക്രിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഡെൽറ്റ യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് നാച്ചുറൽ ലോഗരിതം ഓഫ് ദാറ്റ് ഈസ് റേഷ്യോ ഓഫ് സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്. നാച്ചുറൽ ലോഗരിതം ഓഫ് റേഷ്യോ ഓഫ് സക്സസീവ് ആംപ്ലിറ്റ്യൂഡിനെയാണ് എന്ത് പറയുന്നത്, ലോഗരിതമിക് ഡിക്രിമെന്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ ലോഗരിതം ഓഫ് റേഷ്യോ ഓഫ് സക്സസീവ് ആംപ്ലിറ്റ്യൂഡിനെ ലോഗരിതമിക് ഡിക്രിമെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ലോഗരിതമിക് ഡിക്രിമെന്റ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഡാമ്പിംഗ് ഫോഴ്സ് ഇൻ വിസ്കസ് ഡാമ്പിംഗ് ഈസ് പ്രപ്പോർഷണൽ ടു ഡാഷ് ഓഫ് ദ വൈബ്രേറ്റിംഗ് ബോഡി. അപ്പം വിസ്കസ് ഡാമ്പിങ്ങിൻ്റെ അകത്ത് ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വെലോസിറ്റി. ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡാമ്പിംഗ് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് വിസ്കസ് ഡാമ്പിങ്ങിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വെലോസിറ്റി. എഫ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പറയാം ദാറ്റ് ഈസ് ഡാമ്പിംഗ് ഫോഴ്സ് ഇൻ വിസ്കസ് ഡാമ്പിംഗ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വെലോസിറ്റി. ഓക്കെ,
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കറക്റ്റ് തന്നെയാണ്, ദാറ്റ് ഈസ് വെലോസിറ്റി തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ആൻ ഓസിലേറ്റിംഗ് ഇക്വേഷൻ ഓഫ് ആൻ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം എക്സൈറ്റഡ് ബൈ എ ഫോഴ്സ് കോസ് ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് m into d square x by dt square plus c into dx by dt plus kx equal to f0 cos omega t. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ട് സൊല്യൂഷനാണ് ഉള്ളത്, ദാറ്റ് ഈസ് കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പോൾ ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് എക്സ് കോസ് ഒമേഗ ടി. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ഓപ്ഷൻ ബി ആണ്, എക്സ് കോസ് ഒമേഗ ടി. അവിടെ എക്സ് കോസ് ഒമേഗ ടി, അവിടെ എക്സ് എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി ആണ്. ഓക്കെ, അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ആൻസർ എക്സ് കോസ് ഒമേഗ ടി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഇഫ് ദ ഡാമ്പർ ഈസ് നോട്ട് പ്രൊവൈഡഡ് ആൻഡ് ദ സിസ്റ്റം ഈസ് ഇൻ റെസണൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ട്രാൻസ്മിസിബിലിറ്റി എന്തായിരിക്കും? ഡാമ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഡാമ്പർ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ സിസ്റ്റം റെസണൻസിലായെന്ന് പറഞ്ഞാൽ അവിടെ ഒമേഗ ഈക്വൽ ടു ഒമേഗ എൻ, റെസണൻസിന്റെ കണ്ടീഷൻ ആണ്, ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു ഒമേഗ എൻ. ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഹൈ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. അവിടെ ഹൈ ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ അതിനെയാണ് റെസണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ റെസണൻസ് ഈ പറയുന്ന ഉണ്ടായി കഴിഞ്ഞാൽ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻഫൈനൈറ്റ് ആയിരിക്കും. ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്. കാരണം നമ്മുടെ ട്രാൻസ്മിസിബിലിറ്റിയുടെ ഇക്വേഷനിൽ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എൻ എന്ന ഒരു ടേം ഉണ്ട്. ആ ടേം 1 ആവുന്ന സമയത്ത് ഡിനോമിനേറ്റർ 0 ആവും. ഡിനോമിനേറ്റർ 0 എന്ന് പറയുമ്പോൾ 1/0 കിട്ടും, ദാറ്റ് ഈസ് ഇൻഫൈനൈറ്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. റെസണൻസ് കണ്ടീഷനിൽ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെന്ന് വെച്ചാൽ ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ എന്നിന് ഈക്വലാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ഇനിയും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് which of the following is true in the case of velocity and shear variation across the cross section of circular pipe for a laminar viscous force. അപ്പോൾ ലാമിനാർ വിസ്കസ് ഫോഴ്സ് പൈപ്പ് ഫ്ലോ ആണ്, വിസ്കസ് ഫ്ലോ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു പൈപ്പ് വരയ്ക്കുന്നു. ഓക്കെ, ഇത് പൈപ്പിൻ്റെ സെൻട്രൽ ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനും ഷിയർ സ്ട്രെസിന്റെ ഡിസ്ട്രിബ്യൂഷനും എങ്ങനെയാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ വെലോസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ വെലോസിറ്റി വോൾസിൽ 0 ആയിരിക്കും. എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം അവിടെ ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ, വോൾസിൽ ഫ്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്തില്ല. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് യു എന്ന് പറയുന്ന വോൾസിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി പൈപ്പിന്റെ സെന്ററിൽ നോക്കുകയാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പൊ ഈ വേരിയേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ വേരിയേഷൻ കാണാം. വേരിയേഷൻ മനസ്സിലാവും. ദാറ്റ് ഈസ് r² എന്നുള്ള രീതിയിലാണ് ദാറ്റ് ഈസ് വേരി ചെയ്യുന്നത്. വെലോസിറ്റി വേരി ചെയ്യുന്ന r² എന്നുള്ള രീതിയിൽ പാരബോളിക് ആയിട്ടാണ് എന്താ വെലോസിറ്റി വേരി ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഈ ഒരു വേരിയേഷൻ ഇതാണ് നമ്മൾ യു മാക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യു ഡിവൈഡ് ബൈ യു മാക്സ് എന്ന് പറയുന്നത് 1 - r² ഡിവൈഡ് ബൈ r². അപ്പോൾ പാരബോളിക് രീതിയിലാണ് എന്താ വേരി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പാരബോളിക്കിൽ വേരി ചെയ്യുന്നത്. ഇനി നമ്മളെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം വെലോസിറ്റി ആണെങ്കിൽ അവിടെ ഷിയർ സ്ട്രെസ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഷിയർ സ്ട്രെസ് ഇവിടെ ടോ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി വെലോസിറ്റി 0 ആവുന്നിടത്ത് എന്തായിരിക്കും? ഷിയർ സ്ട്രെസ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇവിടെ ഇതായിരിക്കും മാക്സിമം. അപ്പോൾ നമ്മളിവിടെ വരയ്ക്കുന്ന സമയത്ത്
ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ലീനിയർ ആണ്. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ലീനിയർ ആണ്. അതുപോലെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? പാരബോളിക് ആണ്. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ലീനിയർ ആണ്. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? പാരബോളിക്. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കുന്ന ഓപ്ഷൻ എ വെലോസിറ്റി വേരീസ് ലീനിയർലി തെറ്റാണ്. വെലോസിറ്റി വേരി ചെയ്യുന്നത് പാരബോളിക് ആണ്. ഓപ്ഷൻ ബി നോക്കുന്ന സമയത്ത് വെലോസിറ്റി വേരീസ് ലീനിയർലി, ഓപ്ഷൻ ബിയും തെറ്റാണ്. വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്, ഓപ്ഷൻ സിയും തെറ്റാണ്. പിന്നെ കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. വെലോസിറ്റി വേരീസ് പാരബോളിക്കലി, വെലോസിറ്റി വേരീസ് പാരബോളിക്കലി. ഓർത്തുക, ഷിയർ സ്ട്രെസ് വേരീസ് ലീനിയർലി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിസ്കസ് ഫ്ലോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേം കൂടെയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട്. വെലോസിറ്റി വേരീസ് പാരബോളിക്കലി ആൻഡ് ഷിയർ സ്ട്രെസ് വേരീസ് ലീനിയർലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ പൈപ്പ് ഓഫ് ഔട്ട്സൈഡ് ഡയമീറ്റർ 30 mm. പൈപ്പ് ഓഫ് ഔട്ട്സൈഡ് ഡയമീറ്റർ 30 mm. ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഔട്ട്സൈഡ് ഡയമീറ്റർ 30 mm ഈസ് ടു ബി ഗിവൺ ആൻഡ് ഇൻസുലേറ്റിംഗ് ഇഫ് ദ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ടു ദ സറൗണ്ടിങ് ഈസ്. കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എച്ച് ആണ്. അതുപോലെ മാക്സിമം വാല്യൂ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓർത്ത് വയ്ക്കുക. കെയുടെ യൂണിറ്റ് എന്ന് പറയുന്ന വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ്. കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എച്ചിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 10 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക. കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് ആണ്. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ്. ഓക്കെ, നമുക്കറിയാം ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് റേഡിയസ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്ന R ഈക്വൽ ടു K/H ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി K കണ്ടുപിടിക്കാം. K ഈക്വൽ ടു R ടൈംസ് എന്താ? R ടൈംസ് H. 6 ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. R ഈക്വൽ ടു 30 mm. mm-നെ മീറ്ററിലാക്കണം. mm-നെ മീറ്ററിലാക്കണമെങ്കിൽ എന്താണ്? 1 മീറ്റർ ഈക്വൽ ടു 1000 mm. ദാറ്റ് ഈസ് 1 mm ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1000 മീറ്റർ. അപ്പോൾ ഡിവൈഡ് ബൈ 1000 ചെയ്യണം. നമ്മളെ ഇവിടെ ഡയമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇത് റേഡിയസ് അല്ല, ഇത് ഡയമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ ഡയമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 15 mm. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.015 മീറ്റർ. 1000 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 0.015 മീറ്റർ വന്നിട്ട്. ഇനി തെർമൽ കണ്ടക്ടിവിറ്റി K കണ്ടുപിടിക്കണമെങ്കിൽ R മൾട്ടിപ്ലൈഡ് ബൈ H. തെർമൽ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് 10 ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.015 മൾട്ടിപ്ലൈഡ് ബൈ 10 ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.15 വാട്ട് പെർ മീറ്റർ കെൽവിൻ എന്ന് കിട്ടും. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന കെയുടെ വാല്യൂ 0.15 വാട്ട് പെർ മീറ്റർ കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള. 0.15 യൂണിറ്റും കറക്റ്റ് ആണ്. വാട്ട് പെർ മീറ്റർ കെൽവിൻ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തന്ന ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്ന ഡിഗ്രി സെൽഷ്യസ് ഒന്നും വന്നത്. ഓക്കെ, അതൊന്ന് നോക്കുക. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻസ്, ഇത് ക്രിട്ടിക്കൽ റേഡിയസ് വെച്ച് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻസ് എന്താ നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് 0.15 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് എയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്താ കൂടുതലും വർക്കൗട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.